സോ ഹലോ വാട്സ്ആപ്പ് ഗൈഡ്സ്, ഇറ്റ്സ് മീ വി കെ എൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇത്തവണ ഫ്രണ്ട് ക്യാമറ ഇട്ടല്ല, ബാക്ക് ക്യാമറ ഇട്ടാണ് എടുക്കുന്ന വീഡിയോ. അപ്പോൾ ഗൈസ്, ഞാൻ നേരത്തെ ഒരു ഷോട്ട് ആദ്യമേ രാവിലെ ഇട്ടിരുന്നല്ലോ, മറ്റേ അമ്മയുടെ കേസ് എന്ന് പറയും, ചെറിയ കുഞ്ഞിനെ കിട്ടിയെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ഉണ്ട് ഗൈസ്. ഇത് ഇട്ട് പിന്നെ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റോറി ഇട്ടെന്ന് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു. പക്ഷേ അതെൻ്റെ കൂട്ടുകാരെ കണ്ടിട്ട് അറിയാം, അത് കൈവച്ചിട്ടിരിക്കുന്ന ലീഗലാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി ഷോക്കെ ആയിരുന്നു കേസ്. അപ്പോൾ അതിന് ഞാൻ അവൻ്റെ വേറൊരു റീലും കൂടി ഇട്ടായിരുന്നു, പിന്നെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റിലീസിങ് വീഡിയോ ഉണ്ട്, ചിലപ്പോൾ നാളെ രാവിലെ എന്തായാലും ഞാൻ ഹോസ്റ്റ് ചെയ്യുന്നതാണിത്. അപ്പോൾ കേസ് അങ്ങനൊരു ഞാനൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ രക്ഷിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഞാൻ കണ്ടില്ല എന്ന് വെക്കുന്ന ആളാണ്. പക്ഷേ ഞാനൊരു NSS എന്ന വോളണ്ടിയറുടെ നിലയ്ക്ക് എനിക്ക് എന്നെ രക്ഷിക്കണമെന്ന് തോന്നി. അപ്പം ഞാൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കേസ്. അതിനിപ്പോൾ വീടിനകത്ത് വെച്ചേക്കുന്നത്. ഇപ്പം മുകളിലോട്ട് കൊണ്ടൊന്ന് കളയാൻ പോകുന്നതിന് ഇച്ചിരി റിസ്ക് ആണെന്നാലും മുകളിലോട്ട് നമ്മൾ കളയാൻ പോകുന്ന സ്ഥലം കാണിച്ചു തരാവേ. ഈ കാണുന്ന ഈ പച്ചപ്പ് പിടിച്ചിരിക്കുന്നത് കേസ്, അത് പുല്ലില്ല ശരിക്കും ഞങ്ങളെ തോളം. ഇപ്പോൾ ഇങ്ങോട്ട് ഇതിനെ കളയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങോട്ട് ഇവിടെ ഞങ്ങൾക്കൊരു എൻട്രൻസ് വഴി ഉണ്ട്, അവിടെ നിന്ന് അങ്ങോട്ട്. ഇത് പ്ലാവിൻ്റെ എല്ലാ കാരണം കാണാൻ പറ്റത്തില്ലായിരിക്കും. കണ്ട ആ ഗേറ്റ് പറഞ്ഞ് ഞങ്ങൾ അതിനെ എന്തെങ്കിലും അങ്ങോട്ട് എന്തെങ്കിലും റിലീസ് ചെയ്യാൻ പോവാം. അപ്പം അതിനെ സേഫ് ആകണ്ടൊന്നും ഇവിടെ ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ചേരയും പാമ്പുകളുള്ള സ്ഥലം ഇവിടെ. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങരുതാണ് പറയുന്നത്. നമ്മളെന്തായാലും അതിനെ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് കളയുന്നത് ശരിയല്ല, എന്തെങ്കിലും കുരുങ്ങി വല്ലതും ചെയ്താലും. അപ്പോൾ നമ്മൾ അങ്ങോട്ടുണ്ടെന്ന് റിലീസ് ചെയ്യുമായിരിക്കും. അവിടെ ഇച്ചിരി ആഴം ഉണ്ടോയെന്ന് എനിക്കറിയാം, ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങോട്ട് ഞാൻ ഒന്ന് റിലീസ് ചെയ്യാൻ പോയി. ഞാനിപ്പോൾ റിലീസ് ചെയ്യാൻ പോകും. സത്യം പറഞ്ഞാൽ എന്നെ ദ്രോഹിക്കണമെന്നല്ല, നമ്മളതിനെ ഒരു രക്ഷിക്കുന്ന രീതിയിൽ. ഇപ്പം മറ്റുള്ളവരുടെ കണ്ണി ഞാൻ പറഞ്ഞല്ലോ, മറ്റുള്ളവരുടെ കണ്ണി എന്തെങ്കിലും തോന്നും, ഇത് ഞാൻ ഇതിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ ചെയ്തതെന്ന്. നമ്മളെന്തെങ്കിലും ഇപ്പം അതിനെ എടുക്കാൻ പോകാതെ ഇരിപ്പുണ്ട്. ചക്കരക്കുട്ടൻ ഡീസൻ്റായി കട്ടിൽ നോക്കണ്ട കേസ്, അത് കുളമായിരിക്കുക. ഇതേണ്ടേ ഇവിടെ സേഫായിട്ട് ഇരിപ്പുണ്ട്. ഇവനെ ഞാൻ എന്തായാലും ഇനി കളയാൻ പോകണമല്ലോ. അപ്പോൾ നമ്മളതിനെ എടുക്കുമോ, ഇതിൻ്റെ കേസ് എടുക്കട്ടെ. പിന്നെ ഞാൻ ഇവൻ കടിച്ചാലൊന്ന് പേടിച്ചിട്ടാണ് ഞാൻ എടുക്കുവാണ്. ഇതേ വീടിൻ്റെ ഉള്ളോട്ട് കേസ്, വീടിൻ്റെ അടുക്കള ഭാഗമാണ് ഞാൻ ഇവിടെ അങ്ങോട്ട് ഇറങ്ങുന്നത് കേസ്. അപ്പോൾ ഇതിന് ഞാൻ ഇവനെ കളയാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. ഞാൻ ചെരുപ്പിട്ടോട്ടെ. നീന്തി കളിക്കും പുള്ളിക്ക് എന്തോ എനിക്ക് ആരും കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് ആക്ച്വലി അറിയത്തില്ല, അതുകൊണ്ടാണ്. അപ്പം ഞാൻ എന്താ വെച്ചാൽ ചോറൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഇതിൻ്റെ തിന്നുമെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ്. ഇവിടോട്ട് വെച്ച് ഇനി ഇതേ തുറന്നിട്ടുണ്ട്. ഇവൻ നോക്കുവാണ്, നമ്മൾ എന്ത് ചെയ്യുവാന്ന് ഇവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കളയാൻ കൊണ്ട് തോടാൻ തുടങ്ങി. ഓടാ, നമ്മളവനെ ഇങ്ങനെ വെച്ച് കൊടുക്കണമായിരിക്കും. ഇറങ്ങി ഇനി ഇവിടുന്ന് അവനെ നമ്മൾ തെള്ളി തോട്ടിയിടേണ്ടി വരുമെന്ന് തോന്നുന്നു ഗൈസ്. അവനങ്ങനെ തോട്ടിപ്പോയി വീണെന്ന് തോന്നുന്നു, അറിയില്ല. തോട്ടി വീണ് കാണും. ഇവിടെ തലേന്ന് അടി കൂടെ റിലീസിച്ചിരിക്കുന്നു ഗൈസ്. നല്ലൊരു ഇൻഫർമേഷൻ, നല്ലൊരു ഗുഡ് ഇൻഫർമേഷൻ തന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അരുണാണ്. അരുൺ പറഞ്ഞാൽ ഇതിനിങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്ന നിയമം വരുന്നതാണ് അതങ്ങനെ കൂടെ. എനിക്ക് ആക്ച്വലി ഇതൊന്നും അറിയത്തില്ല, അതറിയാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. പിന്നെ എനിക്ക് അറിയാവുന്ന എൻ്റെ കൂടെ ആഷിക്കും, പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് മിഥുൻ പറഞ്ഞു. എൻ്റെ അച്ഛനൊരു ഫോറസ്റ്റ് ഓഫീസർ. എനിക്കിപ്പോൾ അവൻ പറഞ്ഞിട്ട് ഫോറസ്റ്റ് ഓഫീസറിനോട് ചോദിച്ചാൽ മെയിനായിട്ട് അറിയാം. അപ്പോൾ എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ അവനെ വിളിച്ചിട്ട് പറയാം, അവൻ്റെ അച്ഛൻ്റെ അടുത്തോണ്ട് ഒന്ന് കൊടുക്കാമെന്ന് ചോദിച്ചപ്പോൾ പറയാം അവൻ്റെ അച്ഛൻ ഡ്യൂട്ടിക്ക് പോയിക്കുക. എവിടെ സ്ഥലപ്പേര് പറഞ്ഞു പറഞ്ഞിരുന്ന സ്ഥലം, അങ്ങോട്ട് പോയിക്കുക. ഒരാഴ്ച ഇടവിട്ടൊക്കെ ഇങ്ങനെ വരത്തുള്ളൂ. അപ്പോൾ അദ്ദേഹം ഉണ്ടായത് ഞാൻ ജസ്റ്റ് നല്ലൊരു ഇൻഫർമേഷൻ എടുത്തിട്ട് അത് എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയത്തുള്ളൂ. നമുക്ക് അറിയാത്തതുകൊണ്ട് ഇപ്പം ജസ്റ്റ് അടുത്തുള്ള തോട്ടിലേക്ക് ഞാൻ എന്നെ അങ്ങ് റിലീസ് ചെയ്തു, കുഴപ്പമില്ല. പിന്നെ ഞാനൊരു അതിനുള്ള നേരത്തെ പറയുന്നുണ്ട്, ഒരു NSS വോളണ്ടിയർ എന്ന നിലയ്ക്ക് എനിക്ക് അങ്ങനെ ചെയ്യണം തോന്നി, അതുകൊണ്ട് ഞാൻ ചെയ്തതേ ഉള്ളൂ.
പിന്നെ ഇതിന് ആനിമൽ പ്രൊട്ടക്റ്റിലോട്ട് ഈ വീഡിയോ എത്തുന്നെങ്കിൽ നിങ്ങൾ എത്തിച്ചു, എനിക്ക് കുഴപ്പമില്ല. അതിനെ സേഫൊക്കെ മാത്രമേ നോക്കിയിട്ടുള്ളൂ, അല്ലെ അതിനെ ഒരുപാട് കൊല്ലുവാനോ നോക്കിക്കാനൊന്നും ചെയ്തിട്ടില്ല. മറ്റുള്ള ആനിമൽസിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ മാത്രമേ ഞാൻ മുൻഗണന എടുത്തിട്ടുള്ളൂ. ഇനി അതിൻ്റെ പേര് കാര്യം തകടം അടിക്കട്ടെ. പിന്നെ കുറേ ഒരു വ്ളോഗിൻ്റെ പേര് ഞാൻ വ്ളോഗ് ഇടുന്നത് കൊള്ളത്തില്ല അങ്ങനെയായിട്ട് കുറേ ഒരു സപ്പോർട്ടീവായിട്ട് ഇട്ട് കുറേ നെഗറ്റീവായിട്ട് പേഴ്സണൽ എനിക്ക് നെഗറ്റീവായിട്ടാണ് കിട്ടുന്നത്. കാരണം വെച്ചാൽ പറയാനുള്ളത് എൻ്റെ കൂട്ടുകാർ പേഴ്സിൽ എൻ്റെ സ്കൂളിൽ സ്കൂളിൽ പഠിക്കുന്നവരായാലും പഴയ സ്കൂളിൽ ഇപ്പോഴത്തെ കൂട്ടുകാരിലും പഴയ സ്കൂളിലെ കൂട്ടുകാരിലും അവർ പറയുന്നത് കുറച്ച് പേര് മാത്രമേ ഉണ്ട്. ചിലർ കളിയാക്കിക്കൊണ്ടായിരിക്കും നമുക്ക് ഇടുന്നത് സൂപ്പറാണ് എന്നൊക്കെ പറയാം. പക്ഷെ നമുക്കൊരു പേഴ്സണൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ അടുത്ത് ഇടുന്നുണ്ട്. എന്തായാലും ഞാൻ അതിനൊന്നും കൊള്ളത്തില്ല വ്ളോഗ്, എന്തിനാ ഈ വ്ളോഗ് എന്തുവാടെ കാണിച്ചേക്കുന്നതൊക്കെ പറഞ്ഞ് ഇടുന്നുണ്ട്. അതായത് ഇവരെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങളാണ് ഇവർ ഏറ്റവും കൂടുതൽ എനിക്ക് ഇട്ട് തരുന്നത്. അവരെ പറഞ്ഞിട്ട് നമുക്ക് എത്ര പറഞ്ഞാലും നേരെയാക്കാൻ പറ്റത്തില്ല. അവരായിട്ട് മനസ്സുവെച്ച് നേരെയാണെന്നാണ് നല്ലത്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ യൂട്യൂബ് വ്ളോഗ് ഇട്ടും ഇങ്ങനെ ഗെയിം കളിച്ച് ഇങ്ങനെ കളിക്കുന്ന ആ ഒരു പാഷനാണ് എനിക്കിഷ്ടം. എനിക്ക് ആ ഒരു ഫീൽഡിലോട്ട് പോയതുകൊണ്ട് ഞാൻ അങ്ങനെ ഇഷ്ടപ്പെടുന്നു. കുറേ പേർക്ക് അത് ഇഷ്ടപ്പെടും, ഇപ്പോഴും അക്സെപ്റ്റ് ഉള്ളതല്ല. പേരൻസ് ആയാലും എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ആയാലും. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അരുണ് നല്ലൊരു ഗുഡ് ഫ്രണ്ടായിട്ട് തന്നെ എനിക്കത് വലിയ ഇൻഫർമേഷൻ തരുമ്പോൾ നമുക്കറിയാവുന്ന ഇൻഫർമേഷൻസ് മൊത്തം എൻ്റെ കൂട്ടുകാരന്മാരെല്ലാം ഇട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഞാൻ നന്ദി പറയും, ഏറ്റവും മനസ്സിലിറങ്ങി ഇവിടെ നന്ദി പറയും. അങ്ങനെ നല്ലൊരു വലിയ ഇൻഫർമേഷൻ എനിക്ക് തന്നതിന് എന്താ പറയണ്ടേ ഇവരെ. അപ്പോൾ ഗൈസ് ഞാനത് പറഞ്ഞിട്ടല്ലോ, സബ്സ്ക്രൈബ് അടിക്കുക. എനിക്ക് എല്ലാവരും 100K സബ്സ്ക്രൈബേഴ്സ് തരണം ഗൈസ്, തരണം. നിങ്ങൾ ഇരുന്ന സ്നേഹമാണ് 100K സബ്സ്ക്രൈബേഴ്സ്. അപ്പം നിങ്ങൾ ഇതുവരെ കാണാതെ എൻ്റെ ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ആദ്യമേ പറഞ്ഞല്ലോ. അപ്പോൾ ഗൈസ് വ്ളോഗിൽ വെച്ച് എൻ്റെ ആവുകയാണ്. जीवन शिवाजी बाजी 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 जीवन